ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തടി കുറയ്ക്കാനും പ്രമേഹത്തിനുമെല്ലാം സഹായിക്കുന്നതായി പറയുന്ന ചില പ്രത്യേക ഭക്ഷണ വസ്തുക്കളിൽ പെടുന്നതാണ് ചപ്പാത്തി അഥവാ റൊട്ടി. ഇത് പൊതുവെ ഗോതമ്പ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി വിഭവമാണ് ഗോതമ്പ് റൊട്ടി. ഗോതമ്പ് ഒറൊട്ടി, ഗോതമ്പ് ഓട്ടട എന്നിങ്ങനെ പല പേരിലാണ് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പ് പൊടി, ചിരകിയ തേങ്ങ, സവാള, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ നാരുകളടങ്ങിയ പച്ചക്കറികളാണ്. അടുക്കളയിൽ സാധാരണയായി കാണുന്ന ഒരു പച്ചക്കറിയാണ് സവാള. സവാളയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ശരീരത്തിലെ വീക്കം തടയാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സവാള ഗുണം ചെയ്യും. ആരോഗ്യകരമായ ദഹനത്തിന് ഫൈബർ ആവശ്യമാണ്. ക്യാരറ്റിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു. ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്ന മറ്റൊന്നാണ് പച്ചമുളക്. പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പച്ചമുളകിന് കഴിയും. അതിനാൽ പ്രമേഹ രോഗികൾക്ക് തീർച്ചയായും കഴിക്കാവുന്ന ഒന്നാണ് പച്ചമുളക്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ രൂപപ്പെടുന്നത് തടയാനും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും കറിവേപ്പില ഗുണം ചെയ്യും. ഇനി ഈ പച്ചക്കറികളെല്ലാം നന്നായി കഴുകിയെടുത്ത് ചെറുതായി അരിഞ്ഞെടുക്കണം. എല്ലാം നന്നായി കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക. സവാള, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില, കൂടെ തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യമേ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചുകൊണ്ടിരിക്കാം. നമ്മളിത് കുഴച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം ഈ ഗോതമ്പ് മാവിലേക്ക് പിടിക്കും. ഇത് നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. ദോശക്കല്ല് നന്നായി ചൂടാവുമ്പോൾ അല്പം എണ്ണ ഒഴിച്ച് തടവി കൊടുക്കുക. ഞാനിവിടെ ഒരു ബൗളിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മാവ് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇടയ്ക്ക് നമ്മുടെ കൈയൊന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം എടുത്തിട്ടുള്ളത്. കൈയൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഒരു പിടി മാവ് എടുത്തിട്ട് ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കുക. കൈയൊന്ന് വീണ്ടും നനച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. അധികം കട്ടിയൊന്നും വേണ്ട, എന്നാൽ നേർത്തതാകാനും പാടില്ല. ഈ ഒരു കട്ടിയിൽ പരത്തിയെടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് തുറന്നു കൊടുക്കാം. ഏകദേശം 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് ആ സൈഡും വേവിക്കുന്നത് വരെ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. നമ്മുടെ ഗോതമ്പ് റൊട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. ഇതിൻ്റെ കൂടെ മസാലക്കറി ആയാലും ചിക്കൻ കറി ആയാലും നല്ല കോംബോ ആണ്. ഇനി കറി ഇല്ലാതെയും ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഗോതമ്പ് റൊട്ടി കഴിക്കാവുന്നതാണ്. എന്നും ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നതിന് പകരം ഇതുപോലെ പച്ചക്കറികളെല്ലാം ചേർത്തിട്ടുള്ള ഈ ഗോതമ്പ് റൊട്ടി ഉണ്ടാക്കി കഴിച്ചു നോക്കിയേ. തടിയും പ്രമേഹവും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമാണ് ഈ ഗോതമ്പ് റൊട്ടി. കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഗോതമ്പ് റൊട്ടി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്.